നമസ്കാരം, ഞാൻ രശ്മി സർ. ഇന്ന് നമുക്ക് ഓണസദ്യയിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ശർക്കര വരട്ടി അഥവാ ശർക്കര ഉപ്പേരി എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മൂത്ത നേന്ത്രക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നേന്ത്രക്കായന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് തൊലി മാത്രം മുറിയുന്ന രീതിയിൽ കത്തിയും കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് തൊലി പതുക്കെ അങ്ങ് ഇളക്കി മാറ്റി കൊടുത്താൽ മതി. ചെത്തിക്കളയരുത്. പതുക്കെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് തൊലി മാത്രം ഒന്ന് തിക്കി ഇളക്കി പൊളിച്ചു മാറ്റിയാൽ മതി. എല്ലാ കായും ഇപ്പൊ തന്നെ ഒരുമിച്ച് പൊളിച്ചു മാറ്റി വെക്കാം. പൊളിച്ചു മാറ്റിയിരിക്കുന്ന കായ അതിന്റെ നിറം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കായ എടുത്തിട്ട് അതിന്റെ നടുഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക. ഇനി തിരിച്ചു പിടിച്ചിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഏകദേശം ഒരു 1/2 സെന്റിമീറ്റർ ഒക്കെ വീതിയിൽ മതിയാകും. ഒരുപാട് കനായിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു വലുപ്പത്തിൽ മതിയാകും. അരിഞ്ഞെടുത്തിരിക്കുന്ന കായ നമുക്ക് ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കായ ഇതേപോലെ തന്നെ ഇതേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. എല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം 2-3 വെള്ളത്തിലൊന്ന് മാറി മാറി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയ കായ അതിന്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു തുണിയിലിട്ടിട്ടൊന്ന് പതുക്കെ ഒന്ന് വെള്ളം ഊപ്പിയെടുത്താൽ മതി. കഴുകിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കായ തൊലി പൊളിച്ചതിന് ശേഷം കഴുകിയിട്ട് നല്ല തുണിയിലൊന്ന് തുടച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വറുത്തെടുക്കുന്നതിന്റെ തൊട്ട് മുൻപ് മാത്രം അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇത് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര വരട്ടിയും അതുപോലെ കായ വറുത്തതൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായാൽ മാത്രമേ അതിലേക്ക് കായ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓരോ കൈപ്പിടി വീതം നമുക്ക് എണ്ണൻ്റെ പല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞതിന് ശേഷം 1/2 കിലോ കായാണ് നമ്മളിപ്പോൾ വറുത്ത് വരുന്നത്. അതിൽ ആദ്യം പകുതി ഇട്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ളത് രണ്ടാമത്തെ ബാച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ ഇതേപോലെ നന്നായിട്ട് പതഞ്ഞു വരും. ഈ ഒരു സമയത്ത് കായ ഇളക്കി കൊടുക്കാനേ പാടില്ല. കായൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കാതെ ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എണ്ണൻ്റെ പതയൊക്കെ ഒന്ന് കുറയും. അപ്പോൾ നമുക്ക് കായ എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ കാണാം. കണ്ടില്ലേ? ഇതുപോലെ. ഈ ഒരു സമയത്ത് മാത്രം നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ് തവി വെച്ചിട്ട് പതുക്കി ഒന്ന് എല്ലാ കായും വേറെ വേറെ ആവുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും നമ്മൾ തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. 5 മിനിറ്റും കൂടെ ഇതേപോലെ നല്ല തീയിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് ആയി വരട്ടെ. ഇപ്പോൾ മൊത്തം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. എണ്ണേൻ്റെ പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമിൽ ഓയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിലിരുന്നിട്ട് നേരത്തെ വെന്ത് വന്നിരിക്കുന്ന കായ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പം നമുക്ക് കാണുമ്പോൾ കായ നന്നായിട്ട് മൊരിഞ്ഞു വന്നെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും കായൊക്കെ നന്നായിട്ട് കോരാൻ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ടാകും. പുറം ഭാഗമൊക്കെ ചെറിയൊരു ചുവപ്പ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് കരിഞ്ഞു പോയതല്ല, കായ നന്നായിട്ട് മൂത്ത് വന്നിരിക്കുന്നതാണ്. നമ്മൾ കായ വറുത്തത് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഉപ്പുവെള്ളം കുടയുന്നത് കാണിച്ചില്ല അവസാനം. അതേപോലെ കായ മൂത്ത് വന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആവിയും കൊണ്ട് കായ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നോളൂ. ശർക്കര വരട്ടിക്ക് വെച്ച് ഉപ്പുവെള്ളം വേണ്ട കേട്ടോ, വെറും പച്ചവെള്ളം തന്നെ മതി. ഇനി ആ വെള്ളത്തിൻ്റെ പൊട്ടലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയിട്ടൊരു സ്ട്രെയിനറിലേക്ക് 1-2 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കായ ഉൾഭാഗമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ വെള്ളം കൊടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉൾഭാഗം പൊടിച്ച് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വീണ്ടും വറുത്ത് കോരി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം തന്നെ വെള്ളം കുടഞ്ഞിട്ട് അങ്ങ് വറുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ പകുതി കായ മാത്രമേ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കായം കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു എണ്ണയിൽ ഇനിയും വേണമെങ്കിൽ നമുക്ക് ശർക്കര വരട്ടിക്കുള്ള കായ വറുത്തെടുക്കാം. അതല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. മുഴുവൻ കായ ഞാനിവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് പരന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു കായ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിന് കുറച്ചെങ്കിലും ചൂട് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ചൂടുള്ള ശർക്കരയിലേക്ക് കായ ഇടുന്ന സമയത്ത് ഇതിന്റെ ഉൾഭാഗം കുറച്ചൊന്ന് സോഫ്റ്റ് ആയി പോകും. അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം
ശർക്കര വരട്ടി ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ വേണമെങ്കിൽ എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ശർക്കര വരട്ടിയായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 1/2 കിലോ കായ്ക്ക് 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 4 അച്ചുണ്ട്. ഇത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ 1 കപ്പ് ശർക്കര ഉണ്ടാകും. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചു കൊടുക്കാം. ശർക്കര പാകമായി കഴിഞ്ഞതിന് ശേഷം കായ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ പരുവായി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ തവിന്ന് ഒഴുകി വീണു പോവുകയാണ്. അപ്പോൾ ഇത് ആയിട്ടില്ല. 2-3 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഈ വലിയ കുമ്പളകളൊക്കെ പൊട്ടി പൊട്ടി പോകുന്നത് കാണാം. നമ്മൾ തവിയും കൊണ്ട് ഇതുപോലെ ഇളക്കുന്ന സമയത്ത് ശർക്കര ഒട്ടും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ശർക്കര ഏതാണ്ട് പാകമായി വന്നിട്ടുണ്ട്. പാകമായെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ശർക്കരയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് 2 വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക. ഇപ്പം ഒരു നൂലായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇതാണ് ഒരു നൂൽ പാകം എന്ന് പറയുന്നത്. ഒരു നൂൽ പാകം ആയിക്കഴിഞ്ഞാലും 1 മിനിറ്റും കൂടി ഒന്ന് ശർക്കര ഇളക്കിയെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ശർക്കരപ്പാനി ഒന്നങ്ങ് ചൂടങ്ങ് തണുക്കട്ടെ. സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ വേണമെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റവിന്ന് ഇറക്കി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച തണുത്ത് വന്നിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശർക്കരപ്പാനി കായേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആദ്യം ഇളക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ചൂട് തണുക്കുന്നതിനനുസരിച്ച് ഓരോ കായും വിട്ട് വിട്ട് നമുക്ക് കിട്ടിക്കോളും. ശർക്കര കായേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാനുണ്ട്. 1.5 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്കായ, 1/2 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, 1/4 ടീസ്പൂൺ ആയാലും മതി. പിന്നെ 3/4 ടീസ്പൂൺ ജീരകം ഒന്ന് വറുത്തിട്ട് പൊടിച്ചതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയിക്കഴിഞ്ഞു. എന്നാലും ഇതൊന്ന് വിട്ട് കിട്ടാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. ഇളക്കാനായിട്ട് എളുപ്പമായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ശർക്കര വരട്ടിയൊക്കെ തവിയും കൊണ്ട് തന്നെ ഒന്ന് വേറെ ആക്കി ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ വേഗം തന്നെ ഇളക്കാനും പറ്റും. എല്ലാം വേറെ ആയിട്ട് കിട്ടുകയും ചെയ്യും. അവസാനം ചേർത്ത അരിപ്പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, അതൊന്ന് വറുത്തിട്ട് ആ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ശർക്കര വരട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് താഴെ എഴുതണേ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.